ഹലോ എവരിവൺ. നമ്മളുടെ ബ്രത്ത് അഥവാ ശ്വസനവും നമ്മളുടെ ശരീരവും മനസ്സുമൊക്കെ ആയിട്ട് ഒരുപാട് ഇന്റർ കണക്റ്റഡ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മളുടെ ശ്വസനത്തിന് അതിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മളൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശ്വസനത്തെ അഥവാ ബ്രത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയുടെയും മൈൻഡിന്റെയും ആരോഗ്യത്തിനും അതോടൊപ്പം സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സിമ്പിൾ ആണെങ്കിലും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്ക്. ഒരുപാട് പഠനങ്ങൾ ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്കിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ തരുന്ന ഒന്നാണ് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് അല്ലെ ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് ബോക്സ് ബ്രീത്തിങ് അല്ലെങ്കിൽ 4 സ്ക്വയർ ബ്രീത്തിങ് അല്ലെങ്കിൽ സമവൃത്തി പ്രാണായാമ എന്നൊക്കെ വിളിക്കുന്നതും ഒരേ തരത്തിലുള്ള ഒരു ടെക്നിക്കിനെയാണ്. എന്തൊക്കെയാണ് ഈ ബോക്സ് ബ്രീത്തിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ബോക്സ് ബ്രീത്തിങ് നമ്മൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്താൽ അത് നമ്മളുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാനായിട്ട് സഹായിക്കും. കാരണം നമ്മൾ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കാനായിട്ട് ഈ ഒരു പ്രാക്ടീസിലൂടെ സാധിക്കും. ഇംപ്രൂവ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. ഈ ഒരു ബ്രീത്തിങ് എക്സസൈസിൽ നമ്മൾ ശ്വസനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ കോൺസെൻട്രേഷൻ ആണെങ്കിലും അറ്റൻഷൻ ഒക്കെ ആയാലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. മെന്റൽ ക്ലാരിറ്റി. ബോക്സ് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മെന്റൽ ക്ലാരിറ്റി എല്ലാ കാര്യത്തിലും ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. ക്യാൻ യൂസ് ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വലിഞ്ഞു മുറുകി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ബോക്സ് ബ്രീത്തിങ് നമ്മൾ ആ ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്താൽ അത് നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഉറക്കക്കുറവുണ്ട് എങ്കിൽ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നല്ല ഉറക്കം കിട്ടാനും നമ്മളെ അത് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇങ്ങനെ നമുക്ക് ഈ ഒരു ബോക്സ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക, നട്ടെല്ലൊക്കെ നിവർത്തി ശാന്തമായിട്ട് ഇരിക്കുക. ഈ ഒരു ബോക്സ് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നമ്മളുടെ ശ്വസനത്തിലൊക്കെ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതിനുശേഷം ഈ 4 സ്റ്റെപ്പുകൾ നമ്മൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നടുവ് നിവർത്തി ഇരിക്കുന്നു. അതിനുശേഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കുകയാണ്. മനസ്സിനെ ഒന്ന് ശാന്തമാക്കുന്നത്. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് അല്ലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അല്പസമയം വെറുതെ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകാനായിട്ട് ഇരുന്നതിന് ശേഷം മാത്രമേ പ്രാക്ടീസിലേക്ക് കടക്കാവുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കണ്ണുകൾ അടച്ച് ശാന്തമായിട്ടിരിക്കുന്നു. അതിനുശേഷം 4 സെക്കൻഡ് കൊണ്ട് നമ്മളുടെ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അതിനുശേഷം ആ ഉള്ളിലേക്ക് എടുത്ത ശ്വാസത്തെ 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. ദെൻ എക്സ്ഹേൽ 4 സെക്കൻഡ് കൊണ്ട്. അഗെയിൻ നമ്മൾ ഹോൾഡ് ചെയ്യും. വീണ്ടും ഇൻഹേൽ ചെയ്യുകയാണ് 4 സെക്കൻഡ് കൗണ്ട്. അഗെയിൻ ഹോൾഡ്, ദെൻ എക്സ്ഹേല്, വീണ്ടും ഹോൾഡ്. ഇങ്ങനെ ഈ സൈക്കിള് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ട് എടുത്താൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര തവണ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 3 to 5 സൈക്കിളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ശ്വാസം ആദ്യം എടുക്കുമ്പോൾ ഈ 4 കൗണ്ട് ഒക്കെ ഹോൾഡ് ചെയ്യാണ്ട് നമുക്ക് അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ കൗണ്ട് കുറച്ചുകൊണ്ട് ഒരു 2 സെക്കൻഡ് ഒക്കെ ആണെങ്കിലും ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കാം. അതിനുശേഷം നമ്മൾ അതിലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ ഒരു കൗണ്ടിനെ നമ്മൾ 4ലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സൈക്കിള് കണ്ടിന്യൂ ചെയ്യാവുന്നത്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെയധികം പവർഫുൾ ആണ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. പ്രാണായാമം ഇതിൽ വരുന്നതാണ്.
സമവൃത്തി പ്രാണയാമ എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. അപ്പോൾ ഈ ശ്വസന വ്യായാമങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തിന്. എപ്പോഴും നമുക്ക് മാനസികമായിട്ട് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. പെട്ടെന്നായിട്ട് ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിലൊക്കെ ഇതുപോലുള്ള ശ്വസന വ്യായാമങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം നമ്മളുടെ സ്ട്രെസ് പരമാവധി കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ശ്വസന വ്യായാമങ്ങൾ എന്ന് പറയുന്നത്. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.